ഇന്ന് വല്ലതും നടക്കുവോ? ഇവനിതെന്താ എന്ത് പറഞ്ഞാൽ എടാ ചങ്ങായ സമയം കൊറേ ആയി, എനിക്കിത് പിടിച്ചാൻ പറ്റൂല്ല. ഇന്റെ കാക്കെ ഇത് പാമ്പാണ്, അല്ലാതെ പൂച്ചക്കുട്ടിയല്ല പെട്ടെന്നൊന്നും പിടിക്കാൻ. പാമ്പിനെങ്കിൽ പാമ്പിനെ പിടിച്ചണം, അല്ലാതെ അടുക്കളയിലത്തെ ചട്ടി മാത്രം പൊട്ടിച്ചാനല്ല എന്നോട് ഞാൻ പറഞ്ഞത്. അതൊക്കെ സ്വാഭാവികം, പാമ്പാവുമ്പോ അതൊക്കെ ഉണ്ടാവും. അതെ, ഇനി പാമ്പല്ലല്ലേ പൊട്ടിച്ചത്, ഇജല്ലേ പൊട്ടിച്ചത്. അന്റെ ഒരു പൊട്ടച്ചേറി ഇനി അവൾക്ക് ചട്ടി മാത്രം വാങ്ങിക്കൊടുക്ക, അതിന് പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടല്ലോ, വാങ്ങിക്കൊടുത്തൂടെ? ഒന്നങ്ങോട്ട് തരികയാണ് മതിയാർക്ക്. ആ പാമ്പിനെ പിടിച്ചാ നോക്ക്. പാമ്പ് പോയില്ലേ? എവിടുക്കാ പോയി? എവിടുക്കാന്നൊന്നും എനിക്കറിയില്ല. ആക്ച്വലി പാമ്പ് എത്ര വലിപ്പുണ്ടാവും? അതിപ്പോ ഏകദേശം അന്റെ അത്ര വലിപ്പം തടി വരും. അങ്ങനെയാണെങ്കിൽ ഇത് 8 അടി മൂർഖനാവാനാ സാധ്യത. 8 അടി മൂർഖനാ? അതെന്താ സാധനം? അത് പാമ്പന്റെ നബീസ. 8 അടി മൂർഖനാണോ? ഈ 8 അടി മൂർഖന് പറഞ്ഞാലും പാമ്പന്നെയാണ്. അത് ശരി. പിന്നെ ഈ 8 അടി മൂർഖന് എന്താ ഒരു പ്രത്യേകത? അത് കടിച്ച് നമ്മൾ 8 അടി നടക്കുമ്പോത്തിനെ നമ്മൾ മരിച്ചു. എന്തിനാ നബീസ ഇത് തീർച്ചിട്? അല്ല മനസ്സ, അത് നമ്മളെ കടിച്ചു കഴിഞ്ഞാലേ 7 അടി നടന്നു കണ്ടായി ബാക്കി നമുക്ക് വണ്ടി കയറി പോയാ പോരെ. അത് ശരിയാണല്ലോ. അങ്ങനെ പറ്റൂലടാ. പിന്നെ അത് പറ്റും. താത്താക്ക് നല്ല ബുദ്ധിയാണല്ലോ. എല്ലാരും പറയണ്ട് എനിക്ക് നല്ല ബുദ്ധിയാണ്, എന്താ ചെയ്യാ? പിന്നെ നല്ല ബുദ്ധിയാ. എന്ത്? ഏയ് ഒന്നുമില്ല. എടാ ചങ്ങനിച്ച പാമ്പിനെ പിടിച്ചാ നോക്ക്, സമയം കഴിച്ചല്ലേ. ഇജ തുണി താത്തിട്ടിക്കാണ്ട് പാമ്പിനെ പിടിച്ചാ മതി, അല്ലെങ്കിൽ ഞാനത് പാമ്പാ വിചാരിച്ചു. ഈ നബീസാന്റെ ഒരു തമാശ. കള്ള തന്ത. എന്താ പറ്റി? എന്താടാ? അതാ നിക്കണ് പാമ്പ്. പാമ്പാ? കണ്ടാ പറ്റൂല, പാമ്പിന്റെ അടുത്തെത്തി നബീസ. പൊന്നാര മനസ്സ, എങ്ങനെങ്കിലും വരാൻ നോക്കി. എനിക്കൊരു അടി മുന്നോട്ട് വരാൻ പറ്റൂല നബീസ. ആ എന്നെ കടിച്ച്. ഇന്നങ്ങളിയേ